അടുത്തതായി നമ്മുടെ അസോസിയേഷൻ അംഗവും കലാകാരനും കവിയുമായ ശ്രീ സുധാകരൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു. പൊന്നരിവാ അമ്പിളിയിലെ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. ഓണനില പാലലകൾ ഓടി വരും നേരം എന്തിനാണ് എൻ കരളെ നൊന്തുപോണൻ കള്ളി എൻ കരളെ കൺകുളിരേ എൻ കരളെ കൺകുളിരേ എൻ കരളെ കൺകുളിരേ നിന്നെയോർത്തു തന്നെ പാടുകയാണെൻ കരൾ പോരാടുമെൻ കരങ്ങൾ പോരാടുമെൻ കരങ്ങൾ. ഒത്തുനിന്ന് നീ പൂനിലാവിൽ നെൽക്കതിരു കൊയ്യാൻ തോളൊടു തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ പോരുമോ നീ. മാളു, മണിക്കുട്ടി, അച്ഛൻ ജ്യൂസ് അടിച്ചു കഴിഞ്ഞു, വന്നെടുത്തോളൂ. അച്ഛാ, ഞാൻ ഹോംവർക്കില്ല. പ്ലീസ് can you bring it here? ഓ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കൊണ്ടുവരാം. I know what you're doing. ഞാൻ അച്ഛനോട് പറയും. മക്കളെ. അച്ഛാ. അച്ഛാ, ഓറഞ്ച് ജ്യൂസ് ആണോ? അല്ല മോളെ, നല്ല മാമ്പഴത്തിന്റെ ജ്യൂസ് അടിച്ചതാ. ഇതാ. ഒരുപാട് ഹോംവർക്ക് ഉണ്ടോ മോളെ? ഉണ്ട് അച്ഛാ. Tomorrow I have to make a presentation on economic crisis. ആ, അതെന്തായാലും നന്നായി. റെഫറൻസിന് അധികം ഒന്നും അറിയണ്ടല്ലോ. ദേ വടി പോലെ ഞാനിവിടെ നിൽക്കുകയല്ലേ. ഓ, ഈ അച്ഛൻ്റെ ഒരു കാര്യം. അമേരിക്കയിലേക്ക് വരുമ്പോ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോവുകയാണെന്നായിരുന്നു നിന്റെ അമ്മയുടെ വിചാരം. എന്നിട്ട് എന്തായി? ഭാവി ചെല്ലുന്നിടം പാതാളം. നേഴ്സായതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. പാവം ഈ സ്കൂൾ മാഷ് വശപ്പെട്ടു. തൊഴിലില്ലായ്മ ഇതല്പ കടുപ്പം തന്നെ. അച്ഛാ, don't be so pessimistic. എല്ലാം മാറും. ഒബാമ will definitely make a change. ഓ പിന്നെ. ആ, അത് ശരിയാ. ചേഞ്ച് ഉണ്ടായി ഒബാമയ്ക്കും കുടുംബത്തിനും. ചിക്കാഗോയിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്ക് നീയും അതിന്റെ പണി നോക്കണ്ടേ? അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇതിനെന്താ പ്രസക്തി? ഹലോ, എന്താണ് സാറേ, ഉറക്കമായോ? ഞാനാ കൈമപ്പറമ്പൻ, തോമസ് കൈമപ്പറമ്പൻ. ഇല്ല, പിള്ളേരുറങ്ങി. സുനന്ദ എത്തിയിട്ടില്ല. അപ്പൊ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാന്ന് പറ. ഹേയ്, ബോറടിയൊന്നുമില്ല. നമുക്ക് വിശേഷങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലല്ലോ. റിസഷൻ, കാർ ബോംബ്, അൽഖ്വയ്ദ, IPL എന്നിങ്ങനെ ഭൂമിയുടെ എല്ലാ കോണിലും ധാരാളം വിശേഷങ്ങളല്ലേ. ആ തോമസ്, എന്താ പ്രത്യേകിച്ച്? ഞാനിവിടെ നമ്മുടെ പതിവ് കോട്ടാ തുടങ്ങി. പിന്നെ വിളിച്ചതൊരു കാര്യം പറയാനാ. നമ്മുടെ ഓണം വരികയല്ലേ.
താനൊന്ന് ഉഷാറാവണം. ഊഹേ, നമ്മളെ വിട്ടുകൂടി എന്റെ തോമസേ. ഇവിടെ എന്തേലും ഒരു പണി കിട്ടുമോ എന്നായി എന്റെ ചിന്ത. അല്ല സുധാകര, അതല്ലേ തനിക്ക് ഞാനൊരു പണി തരുന്നത്. ആ പണി എനിക്ക് മനസ്സിലായി. എന്താ താൻ കാര്യം പറ. ശനിയാഴ്ച അസോസിയേഷന് കമ്മിറ്റി കൂടുന്നുണ്ട്. ഓണാഘോഷം വിപുലവും വ്യത്യസ്തമാക്കണമെന്നാ എല്ലാവരുടെയും അഭിപ്രായം. താൻ വരണം. തന്റെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്നുണ്ടെന്ന് എനിക്കറിയാം. വെടിവെക്കാൻ കൈമാപ്പറമ്പൻ എന്നേക്കാൾ നന്നായി അറിയാം. മരുന്ന് വേണേ ഞാൻ തരാം. അല്ല, ആരാ തന്റെ ഇര? എടോ, ആ വർക്കിച്ചനും കലാനിലയും പത്മാവതിയും ഒക്കെ ഒരു ഉടക്കുകാരാ. സെക്രട്ടറിയായി എന്നെ കൊഴുപ്പിക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇല്ല, മറ്റേ കഥയെ പറയുന്ന പോലെ തന്നെ മുൻനിർത്തി വേണം എനിക്കൊന്ന് കളിക്കാൻ. എന്തായാലും താൻ എന്നെ ശിഖണ്ഡിയായി ചിത്രീകരിച്ചു ഒട്ടും ശരിയായില്ല. ഒന്നുമില്ലേലും അന്തസ്സായി നാട്ടിൽ 4 പിള്ളേരെ പഠിപ്പിച്ചിടുന്ന അധ്യാപനല്ലോ ഞാൻ. അത് പറഞ്ഞപ്പോഴാ ഓർത്ത്. എടോ, ഉപ്പൂപ്പാൻ ആരുണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? മാഷേ, ഇത് അമേരിക്കയാ. കിട്ടുന്ന ജോലിക്ക് പോണം. എന്തു ജോലിക്ക് ഞാൻ പോകാം. പക്ഷെ എല്ലായിടത്തും ഇപ്പൊ ഹയറിംഗ് ഫ്രീസ് അല്ലേ. എത്ര ടെസ്റ്റ് ഞാൻ എഴുതിയതാ. ബഡ്ജറ്റ് ഇല്ല പോലും. എന്തായാലും ഞാനൊരു BA അല്ലേ. സുനന്ദ വന്നെന്ന് തോന്നുന്നു. അപ്പൊ ശരി, ശനിയാഴ്ച കാണാം. ആരോടായിരുന്നു ഫോണിൽ പുരാണ വായന? അത് പിന്നെ തോമസ് ആയിരുന്നു, നമ്മുടെ കൈമാപ്പറമ്പൻ. എന്താണോ നമ്മുടെ കൈമാപ്പറമ്പിന് ഈ പാതിരാവിലെ സംശയം? അത് പിന്നെ ഓണം ഇങ്ങനെ അടുത്തില്ലേ. അസോസിയേഷന്റെ ഭാഗം ഓണം വിപുലമാക്കാനുള്ള പദ്ധതികളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അത് കൊള്ളാം. നാട്ടിലൊക്കെ എന്നാ ഓണാഘോഷമായിരുന്നു. ഇവിടെ പിന്നെ ഉള്ളതുപോലൊക്കെ അങ്ങ് ആഘോഷിക്കാം. ദേവിന്റെ സ്തുതിയേട്ടാ, ഓണ സംക്രാന്തിയൊക്കെ നല്ലത് തന്നെ. പക്ഷെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ഇവിടെ പാതിരാവാരി പണി കഴിഞ്ഞു വരുന്ന ഞാനും 2 പിള്ളേരുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതിന് പിള്ളേർക്ക് എന്താ പ്രശ്നം? ഫുൾ ടൈം ഞാൻ അവരുടെ കാര്യം വളരെ നന്നായി നോക്കുകയല്ലേ. ഇതാ ഇപ്പൊ തന്നെ അവർക്ക് നല്ല മധുരമാമ്പഴത്തിന്റെ ജ്യൂസ് ഞാൻ അടിച്ചു കൊടുത്തു. ഇതാ നിന്റെ പങ്ക്. പിന്നെ അവരുടെ ഹോംവർക്ക് ചെയ്യിച്ചു, മണിക്കുട്ടിയെ കുളിപ്പിച്ചു, ആഹാരം കൊടുത്ത് കിടത്തി ഉറക്കി. ബെസ്റ്റ് ബേബി സിറ്റർ അവാർഡ് ഉണ്ടെങ്കിൽ അതെനിക്ക് ഉറപ്പാ. ഇതാ ഈ സുധിയേട്ടൻ എന്നോട് ഒരു സ്നേഹവും ഇല്ലാന്ന് പറയുന്നത്. എന്നോടൊന്ന് നേരെ ചെയ്യാൻ വേണ്ടിട്ട് എത്ര ദിവസമായിരുന്നു സുധിയേട്ടന് ഓർമ്മയുണ്ടോ? അത് പിന്നെ 12 മണിക്കൂർ കഷ്ടപ്പാട് കഴിഞ്ഞു വരുന്ന നിന്നെ വീണ്ടും എനിക്ക് ഉപദ്രവിക്കാൻ മനസ്സിലായിട്ടില്ല. അയ്യടാ, ഇങ്ങ് ഉപദ്രവിക്കാൻ വാ. അവളുടെ ഭാവവും മാറി. പിന്നെ എന്തായി ജോലിക്കാര്യം? വല്ല നടക്കുവോ? എത്രയെന്ന് വെച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് തുഴയുന്നേ? കിടക്കാണ്ട് കടം മൂക്കിന് മുകളിലെത്തി. ഞാൻ ശ്രമിക്കാനിട്ടാണോ സുനു? ഇവിടെ ഇപ്പൊ ആകെ റിസഷൻ കാരണം ഹയറിംഗ് ഫ്രീസ് അല്ലേ. ആ മറിയാമ്മയും ബിജു നമ്മളെ പോലെ തന്നെ നാട്ടിൽ നിന്ന് വന്നവരാ. അവര് വീട് വാങ്ങി, പുതിയ കാർ വാങ്ങി. രാവിലെ പാർക്കിംഗ് ലോട്ടിൽ പുതിയ ബെൻസിൽ വന്നിറങ്ങിയപ്പോൾ അവളുടെ പോസ് ഒന്ന് കാണേണ്ടതായിരുന്നു. അവൾ എന്നോട് പറയുവാ, ഇനി വേളാൽ അവൾ റൈഡ് തരാമെന്ന്. എനിക്ക് ഈ ഭൂമി കൂടെ അങ്ങ് താഴോട്ട് പോയാ മതി എന്നായിരുന്നു. പഴയതാണെങ്കിൽ ഒരുമാതിരി നന്നായി ഇടുന്നൊരു ഹോണ്ട സിവിക് നമുക്കില്ലേ? ആവശ്യങ്ങൾ നടന്നാ പോരെ സുനു? ബെൻസ് തന്നെ വേണമോ അതിന്? നിനക്ക് ഓർമ്മയില്ലേ നമ്മളൊരു മാരുതി 800 സ്വപ്നം കണ്ട കാലം? നമ്മുടെ കല്യാണത്തിന് നിന്റെ അച്ഛൻ കാറ് തരാമെന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞവനായി ഞാൻ. കണക്കായി പോയി. അപ്പൊ അതെങ്കിലും കിട്ടിയേനെ. വലിയ സോഷ്യലിസം. സുധിയേട്ടാ, ആദർശം നല്ലതാ പ്രസംഗിക്കാൻ. പക്ഷെ അതിട്ട് വേവിച്ചാൽ ചോറാകില്ല. അതിന് അരി തന്നെ വേണം, അതിന് പണവും വേണം. അമേരിക്ക നിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കും സുനു. തീർത്തും നീ ഒരു മുതലാളിത്ത ചിന്താഗതിക്കാരിയായിരിക്കും. മുതലാളി ആയെങ്കിലും സുധിയേട്ടൻ എത്രയും പെടുന്ന തൊഴിലാളിയാകാൻ നോക്കാം. എനിക്കിങ്ങനെ ഓടിക്കാൻ വയ്യ. എനിക്ക് നല്ല ക്ഷീണം. ഞാൻ മേലൊഴി കിടക്കാൻ പോവാം. രാവിലെ വീണ്ടും ഓടേണ്ടതല്ലേ. कोई हमसे ना हो जाए പൗണ്ടിന് $50. ഒരു വെള്ളരിക്കയ്ക്ക് 100 രൂപ കൂടുതലോ? അമ്മോ, ഇവിടെ ഒരു വെള്ളരിക്ക കൃഷി തുടങ്ങിയ രക്ഷപ്പെടാം. रात नशीली मस्त समा है आज नशे में सारा जहां है रात नशीली എന്തുണ്ട് വിശേഷം? ഓണത്തിന് കവിത ഉണ്ടോ? ഒന്നും തീരുമാനിച്ചില്ല. आज नशे में सारा जहां है
शराबी मौसम बहकाए, रूप तेरा मस्ताना, प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए. വെള്ളരിക്കായ്ക്കൊക്കെ ഇത്രയും വിലയാണെങ്കിൽ സാധാരണക്കാരൻ ഓണത്തിന് സാമ്പാർ അവിയലൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ സുഹൃത്തേ.